എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന്റെ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ട ഒരു ഘട്ടമാണ് സെക്കൻഡ് അലോട്ട്മെന്റ്. അത് പ്രസിദ്ധീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കോളേജിൽ ചേരാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കൃത്യമായി കണ്ട് 1 by 1 ആയിട്ട് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ എടുത്ത് കോളേജിലേക്ക് തയ്യാറായി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവേശനം വളരെ സുഗമമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എഞ്ചിനീയറിംഗ് പ്രവേശനം കാത്തിരിക്കുന്ന എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം. കേരള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന്റെ കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഒന്നാമത്തെ അലോട്ട്മെന്റ് വന്നതിന് ശേഷം ഫീസ് അടച്ച് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ പ്രോസസ്സ് ആരംഭിച്ചതിന് ശേഷം കൺഫേം ചെയ്തിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും എന്നറിയാം. അപ്പോൾ ഈ കൺഫേം ചെയ്തതിന് ശേഷം എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ തയ്യാറാക്കി വെക്കണം. അലോട്ട്മെന്റ് തീയതി കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 29-ാം തീയതിയാണ് ഇതിന്റെ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ട്രയൽ അലോട്ട്മെന്റ് വരിക, രണ്ടാമത്തെ ഘട്ടത്തിന്റെ. അതുപോലെ തന്നെ അതിന്റെ ഫൈനൽ അലോട്ട്മെന്റ് 30-ാം തീയതി ആണ് വരുന്നത്. ജൂലൈ 30-ാം തീയതി അതിന്റെ ഫൈനൽ അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ വരും. ഒപ്പം 31 മുതൽ 4-ാം തീയതി വരെ, ഓഗസ്റ്റ് 4-ാം തീയതി 3 മണി വരെ നമുക്ക് കോളേജിൽ നിങ്ങൾക്ക് ലഭിച്ച സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏത് കോളേജാണോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ആ കോളേജിൽ നിങ്ങൾ നേരിട്ട് പോയി അവിടെ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് ഉണ്ട്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് വേണ്ടത് എന്നുള്ളതാണ്. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന മുഴുവൻ കുട്ടികളിലേക്കും വീഡിയോ എത്തിക്കുക. അതോടൊപ്പം തന്നെ ഇതിന് തുടർ വീഡിയോ നമ്മുടെ അടുത്ത അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഒപ്പം അപ്പോൾ 29-ാം തീയതി ട്രയൽ അലോട്ട്മെന്റ്, അതുപോലെ തന്നെ 30-ാം തീയതി ഇതിന്റെ ഫൈനൽ അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ 31 മുതൽ 4-ാം തീയതി വരെ കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയമാണ്. എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത് എന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് ലഭിച്ചിട്ടുള്ള TC, അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ലഭിക്കുന്ന കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, അതിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, ഒപ്പം തന്നെ പിന്നെ +2ന്റെ മാർക്ക് ലിസ്റ്റ് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് തയ്യാറെടുത്ത് വെക്കാം. വീഡിയോ കണ്ടതിന് ശേഷം ഒന്നുകൂടി നിങ്ങൾ അതിൻ്റെ കൃത്യമായി സ്പെസിഫൈ ചെയ്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഈ ഓർഡറിൽ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. TC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ്, അതിൻ്റെ കൂടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, മാർക്ക് ലിസ്റ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ SSLCയുടെ സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ SSLCയുടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ വെക്കാം. അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തയ്യാറാം. ബർത്ത് സർട്ടിഫിക്കറ്റ് കമ്പൽസറി പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അതുകൂടി കരുതി വെക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഈ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ആക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നമ്മുടെ +2 ഈ വർഷം കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടില്ല, പക്ഷെ റിപ്പീറ്റ് ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞ വർഷം +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ഈ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി തീർന്നിട്ടുണ്ടാവും. ഈ സ്വഭാവ സർട്ടിഫിക്കറ്റിന് 6 മാസത്തെ വാലിഡിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള സ്കൂളിനകത്ത് നിങ്ങൾ പോയി അവിടുന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നുകൂടി ഈ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടതുണ്ട്. TC നേരത്തെ ലഭിച്ചിട്ടുള്ളത് തന്നെയാണ് വരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അലോട്ട്മെന്റ് മെമ്മോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അലോട്ട്മെന്റ് മെമ്മോ ഈ സെക്കൻഡ് അലോട്ട്മെന്റ് ഫൈനൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നിങ്ങൾക്ക് അതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് അലോട്ട്മെന്റ് മെമ്മോ എടുക്കാവുന്നതാണ്. ഒപ്പം നിങ്ങൾ ആധാർ നിങ്ങൾക്ക് എടുക്കാം. അതേപോലെ തന്നെ ഈ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഈ പ്രൊഫൈൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പിന്നെ അവിടെ ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു പേജ് കൂടി അവിടെ ലഭിക്കും. ആ ഡാറ്റ ഷീറ്റ് കൂടി നിങ്ങൾ ഫില്ല് ചെയ്ത് പിന്നെ എടുക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് ഇതിനൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കരുതി വെക്കണം. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ കോപ്പി നിങ്ങൾ 2 or 3 കോപ്പി നിങ്ങൾ എടുത്തു വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം കോളേജിൽ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇടയ്ക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള സ്കോളർഷിപ്പ് ആവശ്യത്തിന് അല്ലെങ്കിൽ മറ്റുള്ള എന്താവശ്യത്തിന് വേണമെങ്കിലും ഈ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി നിങ്ങൾക്ക് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. കോളേജിൽ നടക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ച സെക്കൻഡ് അലോട്ട്മെന്റ് ഫൈനൽ അലോട്ട്മെന്റ് വന്നാൽ മാത്രമാണ് പറ്റുക. ആ കോളേജിൽ നിങ്ങൾക്ക് കോളേജിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇനി അടക്കേണ്ട അവിടെ കോഷൻ ഡെപ്പോസിറ്റ്, അങ്ങനെ കോളേജുമായി ബന്ധപ്പെട്ട ജോയിനിങ് ചെയ്യുമ്പോൾ അടക്കേണ്ട ഫീസിനെ സംബന്ധിച്ച് അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിടണം. ആ ഫീസും കൂടി തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്.
മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ പ്രോസ്പെക്ടസിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ce.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിലെ പ്രോസ്പെക്ടസിൽ നിങ്ങൾക്ക് ടോപ്പിൽ ഇതിൻ്റെ പ്രോസ്പെക്ടസ് ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ പേജ് നമ്പർ 167 രണ്ട് ഫോം ഉണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ. അതിലൊന്ന് 17A-യും 17B-യും ആണ്. 17A എന്ന് പറയുന്നത് നമുക്ക് ബാധകമുള്ള കാര്യമല്ല, അത് മറ്റുള്ള ചില കോഴ്സുകൾക്ക് വേണ്ടതാണ്. 17B ആണ് നമുക്ക് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് വേണ്ട ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ വേണ്ടത്. അപ്പൊ 17B ഒരു അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത റാങ്കിലുള്ള ആളുകൾ സൈൻ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും. നേരിട്ട് നിങ്ങൾ പോകണം, കാരണം അതിന്റെ ഹൈറ്റ്, അതേപോലെ തന്നെ നിങ്ങളുടെ വെയിറ്റ്, വിഷൻ കാര്യങ്ങളൊക്കെ അത് മെഷർ ചെയ്യാനുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് നിങ്ങൾ നേരിട്ട് പോയി അസിസ്റ്റന്റ് സർജന്റെ കയ്യിൽ നിന്ന് ഇത് കൃത്യമായിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവരുടെ ഒപ്പും സീലും ഇല്ലേ എന്ന് ഉറപ്പുവരുത്തുക വേണം. മറ്റൊരു കാറ്റഗറി ആയിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾ കാറ്റഗറി ഏതെങ്കിലും കാറ്റഗറിയിലാണ് പ്രവേശനം ലഭിച്ചിട്ടുള്ളതെങ്കിൽ ജനറൽ ഒഴികെയുള്ള മറ്റു കാറ്റഗറി കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്, അത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതേപോലെ ആക്ടിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആക്കി വെക്കാം. ഇൻകം സർട്ടിഫിക്കറ്റ് EWS വിഭാഗത്തിന് വന്ന് EWSന്റെ സർട്ടിഫിക്കറ്റിന്റെ വില്ലേജ് ഓഫീസർ നൽകുന്ന EWSന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ അതിന് കൃത്യമായിട്ട് നമുക്ക് അർഹതപ്പെടുന്ന നേരത്തെ നിങ്ങൾ കാറ്റഗറിക്ക് അനുസരിച്ച് അതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി വെക്കേണ്ടതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് കോളേജിലേക്ക് പോകുമ്പോൾ ഫോട്ടോ, നിങ്ങളുടെ 2-3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി നിങ്ങൾക്ക് കരുതാവുന്നതാണ്. അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും, അപ്പോൾ അതും കൂടി കരുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ ഒന്നുകൂടി കണ്ട് കൃത്യമായിട്ട് അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രവേശനം, നിങ്ങൾ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രവേശനം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എത്തിയിട്ടാണ് ഈ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ആലോചിക്കുന്നതെങ്കിൽ നിങ്ങൾ പിന്നീട് വീണ്ടും ആ കോളേജിനകത്തേക്ക് പോകേണ്ടി വരും. കാരണം കുറച്ച് ദൂരമൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില സർട്ടിഫിക്കറ്റുകൾ, ഇതിലിപ്പോൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ വില്ലേജ് ഓഫീസിൽ കുറച്ച് ദിവസങ്ങൾ എടുക്കും, 2-3 ദിവസമൊക്കെ എടുക്കുമായിരിക്കും. അതേപോലെ തന്നെ ഇപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ, അപ്പോൾ ചിലപ്പോൾ അതിന് സീല് വെച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോയി ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരിക, അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റുകൾ ഒരുക്കി വെക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവേശനം നിങ്ങൾക്ക് സുഗമമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും സെക്കൻഡ് അലോട്ട്മെന്റിന്റെ കാര്യങ്ങൾ അതിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തതിനു ശേഷം നമുക്ക് അതിന്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എഞ്ചിനീയറിംഗ് പ്രവേശനം, കേരളത്തിന്റെ എഞ്ചിനീയറിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്ന, ഫീസ് അടച്ച് കൺഫേം ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് വരിക. അപ്പോൾ അത്തരം കുട്ടികളിലേക്ക് പരമാവധി വീഡിയോ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.